മുല്ല ഉമറിൻ്റെ വീട്ടിൽ ഘടികാരമില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ നിന്നും അത് വാങ്ങിക്കൊണ്ടുവന്നു തൻ്റെ വീട്ടിലെ ചുമരിലേക്ക് തൂക്കുക നോക്കുമ്പോൾ ആണി കാണുന്നില്ല. അങ്ങനെ ആണി കണ്ടെത്തിയപ്പോൾ അത് അടിച്ച് വെക്കുന്നതിന് വേണ്ടിയുള്ള ചുറ്റികയില്ല എന്ന് മനസ്സിലായി. അയൽപക്കക്കാരൻ്റെ വീട്ടിൽ നിന്നും ചുറ്റിക വാങ്ങാമെന്ന് കരുതിയ മുല്ല ഉമർ അത് ഞാൻ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇല്ല എന്നവർ പറയുമോ, അതല്ല തരാതിരിക്കുമോ എന്നുള്ള ചിന്തയിൽ വല്ലാത്ത ആശങ്കയിലായി. ഏതായാലും ഇന്ന് ചോദിക്കേണ്ട, നാളെ ചോദിക്കാമെന്ന് കരുതി അടുത്ത ദിവസമായി. പ്രഭാതമായപ്പോൾ രാവിലെ തന്നെ ചുറ്റികയ്ക്ക് വന്നിരിക്കുന്നോ എന്നവർ ചിന്തിക്കുമോ എന്ന് കരുതി വൈകുന്നേരത്ത് ചോദിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ സന്ധ്യസമയത്താണോ ചുറ്റികയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് അയൽപക്കക്കാർ ചിന്തിക്കുമോ എന്ന് കരുതി ചോദിക്കണ്ട എന്ന് വെച്ചു. അങ്ങനെ 1-2-3 ദിവസം ഘടികാരം വീട്ടിൽ തന്നെ വെറുതെ കിടന്നു. 4-ാമത്തെ ദിവസമായപ്പോൾ മുല്ല ഉമറിൻ്റെ മനസ്സിൽ പിരിമുറുക്കമുണ്ടാവുകയും അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അയൽപക്കക്കാരൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് വളരെ അട്ടഹസിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, നിങ്ങളുടെ ചുറ്റിക എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ തന്നെ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഒന്നും അറിയാത്ത അയൽപക്കക്കാർ വളരെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഇതാണ് ഊഹാപോഹങ്ങളും ധാരണകളും ഒരിക്കലും തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ വ്യക്തികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ധാരണകളും അത് നമ്മുടെ ധാരണയായി മെനഞ്ഞെടുക്കുമ്പോൾ അവിടെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ചിന്തയിലുള്ള പ്രശ്നങ്ങൾ എന്ന സ്ഥാനത്ത്, ആ ഒരു വാക്കിൻ്റെ സ്ഥാനത്ത് അവസരങ്ങളെന്ന് തിരുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും.